ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത് മെർജാനെ കൊണ്ടുപോകാൻ ശ്രമിച്ച നസീറിനെ ആദിഷ് തടയുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു. താൻ കാരണം നസീറിന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മെർജാനും അവനോട് പറയും, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, നീ തിരിച്ചു പോയിക്കോ നസീർ. മെർജാൻ ഇവിടേക്ക് വന്നത് പോലും തീരെ ഇഷ്ടപ്പെടാതിരുന്ന നസീറിന് ഇതുകൂടിയായപ്പോ അവന്റെ ദേഷ്യം ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആദിഷിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നന്നായിട്ട് മനസ്സിലായ നസീറും നല്ല ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നമ്മൾ തമ്മിൽ ഇനി വീണ്ടും കാണും. ആദിഷും ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ എപ്പോഴേ റെഡിയാണ്, നീ ഒന്ന് പറഞ്ഞാ മതി. അങ്ങനെ നസീർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ മെർജാനും ആദിഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഞാനിപ്പോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പരസ്പരം വെടിവെച്ച് ചാകുമായിരുന്നല്ലോ. ആദിഷും പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ഗെയിം കളിച്ചതാണ്. നീ വെറുതെ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന ആ ഒരു ഗെയിം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ മെർജാനും അവനോട് പറയും, ആദിഷ്, ഞാൻ നിന്നോട് ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതെന്താണെന്ന് ചോദിച്ച് ആദിഷ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ മെർജാനും അവനോട് പറയും, നീ ദയവ് ചെയ്ത് ഇതേപോലെ ഒരു കോൺട്രാക്ട് മാരേജ് കണ്ടീഷനിൽ നിന്നും പിന്മാറണം. വെറുതെ ഒന്നും വേണ്ട, അതിനു പകരമായി ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ കൂടി തരാം. ഇത് കേൾക്കേണ്ട താമസം ആദിഷ് അപ്പൊ തന്നെ പറയും, പറ്റില്ല, ഞാൻ തന്ന ഓഫർ നിനക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതവിടെ തീർന്നു, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദിഷ് അവിടെ നിന്നും പോകും. പക്ഷേ മെർജാൻ അത് വിടില്ല. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ അവന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറിയവൾ, ആദിഷ്, നീ എവിടെയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വീട് മുഴുവൻ ആദിഷിനെ അന്വേഷിച്ച് നടക്കും. കുറെ നേരം അന്വേഷിച്ചിട്ടും ആദിഷിനെ എങ്ങും കാണാതാകുമ്പോ അവൾ കയറാൻ പോകുന്നത് ആദിഷ് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച ആ റൂമിലേക്കായിരുന്നു. മെർജാൻ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദിഷ് ഓടി വന്ന് അവൾ എവിടെ നിന്ന് പിടിച്ചു മാറ്റും. എന്നിട്ട് അവനും ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുകയാ? അപ്പോ മെർജാനും അവനോട് പറയും, മര്യാദയ്ക്ക് നീ എന്റെ കയ്യിൽ നിന്നും വിട്ടോ, അല്ല നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ എന്ന് അവള് ചോദിക്കുമ്പോ അവനും പറയും, അത് കൊള്ളാലോ, എന്റെ വീട്ടില് എന്റെ അനുവാദം പോലും ഇല്ലാതെ കയറിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ നീ എന്നോട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നോ? മെർജാനും പറയും, ഞാനിവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും വന്നതല്ല, എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേട്ടാ മാത്രം മതി. പക്ഷെ അവള് പറയുന്നതൊന്നും കേൾക്കാതെ ആദിഷ് അവളോട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയും. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷവും അവൾ ഒരുപാട് തവണ അവനോട് പറഞ്ഞു നോക്കും, ആദിഷ്, വെറും 2 മിനിറ്റ് മാത്രം നീ എനിക്ക് തന്നാൽ മതി. മെർജാൻ ഇങ്ങനെ ഒരുപാട് തവണ അവനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോ അവസാനം അവനും പറയും, ശരി, കറക്റ്റ് 2 മിനിറ്റ്, അതിനുള്ളിൽ നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞോ. മെർജാനും പറയും, ആദിഷ്, എന്റെ കയ്യിൽ വലിയൊരു പ്രൊജക്ട് വർക്കുണ്ട്. ഈ ഒരു പ്രൊജക്ട് വഴി വളരെ വലിയൊരു പ്രോഫിറ്റ് നിന്റെ ബിസിനസ്സിന് ലഭിക്കും. അതുമാത്രമല്ല, ഈ പ്രൊജക്ട് വിജയിപ്പിക്കാനായി രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തോളാം. 1 രൂപ പോലും നീ എനിക്ക് പ്രതിഫലമായി തരേണ്ട എന്ന് മെർജാൻ പറയുമ്പോ ആദിഷും അവളോട് പറയും, നിനക്ക് അനുവദിച്ച 2 മിനിറ്റ് സമയം കഴിഞ്ഞു, നിനക്കിപ്പോ പോകാം. ഇത് കേൾക്കുന്ന മെർജാന് നന്നായിട്ട് ദേഷ്യം വരും. എന്നിട്ട് അവളും ചോദിക്കും, നീ എന്റെ കല്യാണം മുടക്കി, അതും പോരാഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത എന്നെ നീ പ്രൊപ്പോസും ചെയ്തു. സത്യത്തിൽ നീ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ആദേശ് ചെയ്തത്? ആദേശും പറയും, എന്തിനാണെങ്കിലും ശരി, നസീറിനേക്കാളും ബെറ്റർ ഓഫർ അല്ലേ ഞാൻ നിനക്ക് തന്നത്. മെർജാനും ചോദിക്കും, ബെറ്റർ ഓഫറോ? എന്നെ വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞതാണോ നിന്റെ ഈ ബെറ്റർ ഓഫർ? ആദേശും പറയും, എനിക്ക് ശരിയെന്ന് തോന്നി, ഞാൻ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലാതെ എന്നെ ചോദ്യമൊന്നും ചെയ്യാൻ വരണ്ട നീ. ഇത് കേട്ടിട്ട് മെർജാനും അവനോട് പറയും, എനിക്ക് നന്നായിട്ട് അറിയാം ആദിഷ്, ഈ ഒരു വിവാഹത്തെ നീ വെറു തമാശയായിട്ടല്ലേ എടുത്തത്. അപ്പോ ആദിഷും മെർജാന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് പറയും, ഒരിക്കലുമല്ല മെർജാൻ, ഈ ഒരു വിവാഹത്തെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ മെർജാൻ നന്നായിട്ട് സങ്കടം വരും. എന്നിട്ട് അവളും പറയും, നീ നല്ലൊരു വ്യക്തിയാണെന്ന് കരുതിയാണ് നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ആദിഷ്, നീയും നസീറും തമ്മില് ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മെർജാനും അവിടെ നിന്ന് പോകും. ഈ ഒരു സമയം ഡെമാല് മെർജാന്റെ കാറിന്റെ കേബിൾ ഊരി മാറ്റിയിട്ടുണ്ടാകും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ സെറ്റ് ചെയ്തോ എന്നവൻ ആദിഷിനോട് പറയും. ഇതൊന്നും അറിയാതെ പാവം മെർജാനും അവിടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പരിശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോ അവളും ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നസീറും ദൂരെ നിൽക്കുന്നുണ്ടാകും. കാരണം മെർജാൻ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനും ടെൻഷനായിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാകില്ല. ഈ ഒരു സമയം ആദിഷ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട, ഞാൻ തനിയെ പോയിക്കൊള്ളാം എന്ന് മെർജാൻ പറയുമ്പോ ആദിഷും പറയും, നീ ഇപ്പൊ തനിയെ പോകുന്നത് നിനക്കത്ര സേഫ് ആയിരിക്കില്ല. നസീർ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ആദിഷ് ഇതേപോലെ പറയുന്നത് എന്ന് മനസ്സിലാക്കിയ മെർജാനും അതുവഴി വന്നൊരു ടാക്സിക്ക് കൈ കാണിച്ചിട്ട് അതിലേക്ക് കയറാൻ തുടങ്ങുമ്പോ ആദിഷ് വന്ന്
കാറിന്റെ ഡോർ അടിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. പക്ഷെ മെർജാൻ അതൊന്നും കേൾക്കാതെ കാറിന്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അതിൽ കയറിയിരിക്കും. അപ്പൊ തന്നെ ആദേശും കാറിന്റെ ഡ്രൈവറോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറും. ആദേശിനെ കാണുന്ന മെർജാനും നീ എന്തേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും അവൻ വണ്ടി എടുത്തിട്ടുണ്ടാകും. നസീറും അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ തന്നെ പോകും. ഈ ഒരു സമയത്ത് മെർജാൻ കാറ് നിർത്തുന്നു പറഞ്ഞ് ആദേശിനോട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദേശ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. മര്യാദയ്ക്ക് നീ വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പുറത്തേക്ക് എടുത്ത് ചാടും എന്ന് പറഞ്ഞിട്ട് പോലും ആദിഷ് കാർ നിർത്താത്തത് കാണുമ്പോൾ മെർജാന് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവൾ സീറ്റ് ബെൽറ്റ് ഊരിക്കളയും. എന്നിട്ട് ഡോർ തുറക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ആദിഷ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, നീ ഇപ്പോ എന്റെ അടുത്ത് സേഫാണ് മെർജാൻ, വെറുതെ മണ്ടത്തരൊന്നും കാണിക്കണ്ട. ഇത് കേട്ട് മെർജാനും അടങ്ങിയിരിക്കുമ്പോ ആദിഷ് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് പറയും, ഇതേപോലെയൊക്കെ ചെയ്ത് ഇനി എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. എന്നിട്ട് ആദേശ് മെർജാനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കും. ആദേശ് അവിടെ നിന്ന് പോയി കഴിയുമ്പോ നസീർ മൂടി വന്ന് മെർജന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അത്രയും നേരം ആ വീട്ടില് നീ അവനോട് എന്ത് സംസാരിച്ചു നിൽക്കുമായിരുന്നു? അവനെന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്നൊക്കെ നസീറും ചോദിക്കുമ്പോ മെർജാനും ദേഷ്യം വന്നിട്ട് പറയും, നസീർ എന്നെ ഒന്ന് വെറുതെ വിട്. ഇതും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകും. മെർജാന്റെ മുമ്പില് തന്റെ ഇമേജ് ഒക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ നസീർ അവന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആദേശിന്റെ കൂടെ അവന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇല്ലാത്ത സമയം നോക്കി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആളുകളെ അവിടേക്ക് വിടുകയാണ്. പക്ഷേ നസീർ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല. ബോഡി ഗാർഡ്സിന്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ ആദേശ് വളരെ സിമ്പിൾ ആയിട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവരും വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോ ഡെമാലിന്റെ മുഖത്തെ പാടുകളൊക്കെ കണ്ടിട്ട് ആന്റിയും അവനോട് ചോദിക്കും, അവള് കാരണമാണോ നിങ്ങൾക്കിത് സംഭവിച്ചത്? അതേന്ന് പറഞ്ഞ് അവർ തലയാട്ടുമ്പോ ആന്റിയും വിഷമത്തോടെ പറയും, ആ നാശം പിടിച്ചവള് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതവും ഇതേപോലെ നശിയും. ആദേശ്, ഞാൻ വീണ്ടും പറയുന്നു, അവളെ നീ വിവാഹം കഴിക്കരുത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ആദേശും ആന്റിയോട് പറയും, ഒരിക്കലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ട് പോകില്ല. അതിനുശേഷം ആന്റി ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ ആന്റി വളരെ ഹാപ്പി ആക്കും. ഈ ഒരു ടൈമിൽ ഹൈദറും ആദേശിന്റെ ഹിസ്റ്ററി എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാളും വൈഫിനോട് പറയും, ആദേശ് നമ്മളോട് പറഞ്ഞതെല്ലാം സത്യമാണ്. നമ്മുടെ ബാധ്യതയ്ക്ക് തീർക്കാനുള്ള അത്ര സാമ്പത്തികം അവന്റെ കയ്യിലുണ്ട്. പക്ഷേ 2005 മുതലുള്ള അവരുടെ പാസ്റ്റ് മിസ്സിംഗ് ആണ്. അതിനെ പറ്റിയുള്ള വിവരങ്ങള് ആർക്കും അറിയില്ല. നമ്മൾ എന്തിനാ ആ ചെറുക്കന്റെ പാസ്റ്റ് ഒക്കെ നോക്കാൻ പോകുന്നത് എന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോ ഹൈദറിനും നന്നിട്ട് ദേഷ്യം വന്നിട്ട് പറയും, മെർജാൻ എന്റെ മകളാണ്, അവളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അടുത്ത ദിവസമാകുമ്പോ മെർജാനും വിഷമിച്ച് ഈ കാര്യങ്ങളെല്ലാം പറ്റി ചിന്തിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയം ആദേശും അവളറിയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മെർജാനും അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആദേശിനെ അവൾ കാണുന്നത്. അപ്പോൾ തന്നെ മെർജാനും നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീ എന്താ ആദേശ് എന്നെ ഫോളോ ചെയ്യുകയാണോ? അവനും അത് സമ്മതിച്ചു കൊടുക്കാതെ പറയും, ഒരിക്കലുമല്ല, വളരെ യാദർശികമായിട്ടാണ് ഞാൻ നിന്നിവിടെ കണ്ടത്. അതൊക്കെ പോട്ടെ, എന്തായാലും നിന്നെ കണ്ട സ്ഥിതിക്ക് ചോദിക്കാം, എന്തായി നിന്റെ തീരുമാനം? മെർജാനും പറയും, കുറച്ചു നാളുകളായിട്ട് എനിക്ക് വളരെ മോശം സമയമാണ്. പക്ഷേ ഇന്നൊരു കാര്യത്തിൽ മാത്രം ഞാൻ ഭാഗ്യവതിയാണ്. അതെന്താന്ന് വെച്ചാല് ഇനിയൊരിക്കൽ പോലും എനിക്ക് നിന്നെ കാണേണ്ടി വരില്ലല്ലോ എന്നോർത്താണ്. ഇത് കേൾക്കുന്ന ആദേശും പറയും, നീ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയേണ്ട മെർജാൻ. ആദേശ് വളരെ കോൺഫിഡന്റോടെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മെർജാൻ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകും. അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആദേശ് നേരെ ഡെമാലിന് ഫോൺ ചെയ്ത് പറയും, നസീറും ഹൈദറും തമ്മില് ഒരു ഡീലിങ്സ് നടക്കാൻ പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാ നീ ഹാൻഡിൽ ചെയ്തേക്ക്. പിന്നീട് കാണിക്കുന്നത് നസീറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെർജാന്റെ ഫാമിലിയെയാണ്. സാമ്പത്തികമായി അവരെ സഹായിക്കാമെന്ന് നസീർ ഹൈദറിന് വാക്കു കൊടുത്തിരുന്നു. പക്ഷെ മെർജാന്റെ അമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെടാതെ പറയും, ആദേശിന്റെ ഓഫർ ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. അങ്ങനെ കുറെ സമയം കാത്തിരുന്നിട്ടും നസീർ വരാതെ ആകുമ്പോ ഹൈദർ പറഞ്ഞതനുസരിച്ചിട്ട് അവളുടെ ബ്രദർ മുറാട്ട് അവനെ ഫോൺ ചെയ്യുകയാണ്. ഈ ഒരു സമയത്താണ് ആദേശും അവിടേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ അവനും ചോദിക്കും, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, എന്തായി നിങ്ങളുടെ തീരുമാനം? ഹൈദറും പറയും, നിങ്ങളുടെ എഗ്രിമെന്റ് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന് ചേരില്ല. അതുകൊണ്ട് നസീർ തന്നെ ഞങ്ങളുടെ മകളെ വിവാഹം കഴിക്കും. പിന്നീടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നസീർ തന്നെ പരിഹരിക്കും. ഈ ഒരു ടൈമില് മുറാട്ടും അവിടേക്ക് ഓടി വന്നിട്ട് ഹൈദറിനോട് പറയും, നസീറിന് എവിടേക്ക് വരാൻ കഴിയില്ല, അവന്റെ ബാങ്ക് അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നവൻ പറഞ്ഞപ്പോഴേ ആദേശ് ഡെമാലിനെ നോക്കി ചിരിക്കും. എന്നിട്ട് അവനും
ഒന്നും അറിയാത്തതുപോലെ പറയും, ഓക്കെ, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇതും പറഞ്ഞിട്ട് അവൻ തിരിച്ചു നടക്കും. ഈ ഒരു ടൈമില് മേജാന്റെ അമ്മയും ഹൈദറിനോട് ബഹളം ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ നസീറിന്റെ പുറകെ പോണ്ടാന്ന്. എന്നിട്ടിപ്പോ അവനും വരുന്നില്ല. ദാ ഈ ചെറുക്കനും പോകുന്നു. മര്യാദയ്ക്ക് അവനോട് പോകരുതെന്ന് പറയേ. ഇനി ഹൈദറിനും മറ്റു വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് അയാൾ ആദേശിനെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അയാളും പറയും, നീ പറയുന്ന എല്ലാ കണ്ടീഷനിലൂടെയും ഈ ഒരു എഗ്രിമെന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് ആദേശിന് ഓർമ്മ വന്നത് അവൻ ചെറുപ്പത്തില് അച്ഛനെ വിളിച്ചു കരഞ്ഞപ്പോ അയാൾ മരിച്ചു, ഇനി അവനെ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് തന്നെ ക്രൂരമായി ഉപദ്രവിച്ച ഹൈദറിന്റെ രൂപമായിരുന്നു. അടുത്ത ദിവസമാകുമ്പോ ആദേശ് അവന്റെ ഫാമിലിയും കൂട്ടിക്കൊണ്ട് വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി വരികയാണ്. എന്റെയും മെർജന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, 187 ദിവസത്തേക്ക് ആദേശിന്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് എന്റെ കയ്യിൽ തൊട്ട് വാക്ക് തരണം. ഒരുപാട് വിഷമത്തോടുകൂടി മെർച്ചൻ വിവാഹത്തിന് വാക്ക് കൊടുക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഹൈപ്പൊക്കെ ഒന്ന് തരണേ. ഇവരുടെ വിവാഹത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ്ട്രാമ.